താജ്മഹലിൽ ചോർച്ച. ഇനി അവിടെയും കൂടെ ചോർന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ തെർമൽ സ്കാനിങ്ങിലാണ് ചോർച്ച കണ്ടെത്തിയത്. 73 മീറ്റർ ഉയരെ താഴികക്കുടത്തിലാണ് ഒരു ചെറിയ വിള്ളൽ. കല്ലുകൾക്കിടയിലെ കുമ്മായക്കൂട്ട് നഷ്ടപ്പെട്ടതാകാം എന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ആദിൽ പാലോടുണ്ട്. ഒട്ടും ചോർച്ചയില്ലാത്ത പ്രണയമായിരുന്നു ഷാജഹാന്റെയും മുംതാസിന്റെയും എന്നാണ് ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും താജ്മഹലിനും ചോർച്ച വന്നു എന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടിയും അതിശയത്തോടു കൂടിയുമാണ് നോക്കുന്നത്. ചോർച്ച അടയ്ക്കാൻ സാധിക്കും, പക്ഷേ കുറച്ച് സമയമെടുക്കുമെന്നാണോ തോന്നുന്നത്? അതിൽ എന്താണ് സംഭവിച്ചത്? കുറച്ച് സമയമെടുക്കും. ഇത്രയും വർഷമായില്ലേ അരുൺകുമാർ, പ്രണയ കുടീരമാണ് എന്നുള്ളതാണ്, പ്രണയത്തിനായി നിർമ്മിച്ച കുടീരമാണ്. പക്ഷേ ഇത്രയും വർഷമായി അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അരുൺ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 73 മീറ്റർ ഉയരത്തിൽ താഴികക്കുടത്തിൽ ചെറിയ വിള്ളലുണ്ട്. അവിടെ നിന്നാണ് ഇങ്ങനെ വെള്ളം ഇറ്റിറ്റ് ചോർന്നിറങ്ങുന്നത് എന്ന കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ തെർമൽ സ്കാനിങ്ങിലാണ് ഈ ചോർച്ച വിള്ളൽ കണ്ടെത്തുന്നത്. ഈ കുമ്മായക്കൂട്ടിട്ടാണ് സാധാരണ കല്ലുകൾ അടച്ചിരുന്നത്. ആ കുമ്മായക്കൂട്ട് നഷ്ടപ്പെട്ടതാകാം ഈ ചോർച്ചയ്ക്കും വിള്ളലിനും കാരണം എന്നതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. ഈ താഴികക്കുടത്തിന് ബലക്ഷയം സംഭവിക്കാതിരിക്കാനുള്ള അടിയന്തര ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ 73 മീറ്റർ ഉയരത്തിൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, കുറച്ച് സാഹസികമായിരിക്കും ജോലി. അതുകൊണ്ട് തന്നെ 6 മാസത്തെ സമയമെടുക്കും ഇത് പൂർണ്ണമായി അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ എന്നുള്ളതാണ് നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ആദിൽ പാലോടാണ് നമുക്കിപ്പം ചേർന്നത്. ഈ ഷാജഹാനും മുംതാസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് തള്ളാറുണ്ട്. പ്രണയത്തിന്റെ സ്മാരകം, കാലത്തിന്റെ കവിളിലെ കണ്ണീറിത്തുള്ളി എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുക. പക്ഷേ എങ്ങനെയാണ് മുംതാസ് മരിച്ചതെന്നറിയാമോ? 14ാമത്തെ പ്രസവത്തിലാണ് മരിച്ചത്. അപ്പോൾ അത് ആ രീതിയിലും ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. വളരെ ക്ഷീണിതയായിരുന്നു അവർ. പക്ഷേ അവർ അങ്ങനെയാണ് മരിച്ചത് എന്നുള്ളതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് വലുതായിട്ടൊക്കെ തള്ളുമ്പോൾ ചരിത്രം കൂടിയൊക്കെ ഒന്ന് ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതാണ്. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു കുറ്റബോധമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഷാജഹാൻ ഈ പറയുന്ന താജ്മഹൽ നിർമ്മിക്കാനൊക്കെ ശ്രമിച്ചതും ഒടുവിൽ തൻ്റെ അന്ത്യകാലത്ത് ആ താജ്മഹലിൻ്റെ കുടീരം കണ്ട് ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നത്.